നമസ്കാരം, എൻ്റെ പേര് സനൽ. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കണ്ണിലൊറ്റിക്കുന്ന മരുന്നുകൊണ്ടുള്ള ശരിയായ ഉപയോഗ രീതി, ഇൻഹേലേഴ്സ് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം, സിറപ്പുകൾ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം, ഐ ഓയിൻമെൻറ്റ്, ഐ ഡ്രോപ്സ് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നിവയെക്കുറിച്ചാണ്. ആദ്യം തന്നെയായിട്ട് ഇൻഹേലേഴ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയാം. ഇതാണ് ഇൻഹേലേഴ്സ്. ഇൻഹേലേഴ്സിന് ഒരു ടോപ്പുണ്ട്. ഇതിൻ്റെ ഇവിടെയാണ് ഡ്രഗ് ഉള്ളത്, പ്രൊപ്പലൻസ് ഉണ്ട്. ആദ്യം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയാം. ഇൻഹേലേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ആക്ടിങ് ഒരു മരുന്നാണ്. ലോക്കൽ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം ആക്ഷൻ ഉണ്ടാകുന്ന മരുന്നുകളാണ് ലോക്കൽ ആക്ടിങ് എന്ന് പറയുന്നത്. ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇത് ഷെയ്ക്ക് ചെയ്യുക. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇങ്ങനെയൊന്നും പിടിക്കാൻ പാടില്ല. കറക്റ്റ് പൊസിഷൻ പറഞ്ഞാൽ ഇതായിരിക്കണം ഇൻഹേലറിൻ്റെ. അതുപോലെ തന്നെ ഇത് ആദ്യം ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാം. അതിനുശേഷം ഈ വായ് ഭാഗം നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് വായ കൊണ്ട് അടച്ചു പിടിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ബട്ടൺ അമർത്തിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പുറത്തേക്ക് വിടാം. ആദ്യം തന്നെ ക്യാപ്പ് റിമൂവ് ചെയ്യും, കുലുക്കും, ശ്വാസം പുറത്തേക്ക് വിടും. ഈ വായ് ഭാഗം അങ്ങനെ വെച്ച് ഇതുപോലെയാണ് ഇത് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ മെഡിസിൻ വായിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വായിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ വെള്ളം ഉപയോഗിച്ച് വൃത്തിയായി കുലുക്കുഴിഞ്ഞ് കളയേണ്ടതാണ്. ഇൻഹേലേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കലി ആക്ടിങ് ആണ്. ഒരു ഭാഗത്ത് മാത്രമേ അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കും പ്രസവിക്കുന്ന സ്ത്രീകൾക്കും കൂടുതലായിട്ടുള്ള ബെസ്റ്റ് മെഡിസിൻ ഇൻഹേലേഴ്സാണ് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലഡിലേക്ക് അതിൻ്റെ ആക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് സൈഡ് എഫക്റ്റും കുറവായിരിക്കും. അപ്പോൾ ഇൻഹേലേഴ്സാണ് ബെസ്റ്റ് മെഡിസിൻ. ഐ ഡ്രോപ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഐ ഡ്രോപ്സ് ഒറ്റിക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ കൈകൾ സോപ്പ് വെച്ച് വൃത്തിയായി കഴുകുക. അതിനുശേഷം ഐ ഡ്രോപ്പ് ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൽ എന്തെങ്കിലും പൊട്ടലോ പൊടിയോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഐ ഡ്രോപ്പിൻ്റെ അഗ്രഭാഗം നമ്മുടെ കൺപീലി തട്ടാണ്ട് സൂക്ഷിക്കണം. കണ്ണിൻ്റെ പീലിയിൽ തട്ടി കഴിഞ്ഞാൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഐ ഡ്രോപ്പ് ഉപയോഗിക്കാമെന്ന്. ഫസ്റ്റ് ക്യാപ്പ് റിമൂവ് ചെയ്യുക. ഇതിൻ്റെ അവിടെ അഗ്രഭാഗത്ത് എന്തെങ്കിലും പൊട്ടലോ പൊടിയോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം തല ചെറുതായി പുറകേക്ക് ചെരിച്ചതിന് ശേഷം നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് കൺപീള ചെറുതായി താഴത്തേക്ക് വലിക്കുക. ഈ ഡ്രോപ്പർ കണ്ണിനെ ഏകദേശം ഒരു അകലത്തിൽ വയ്ക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് ഒറ്റിച്ചതിന് ശേഷം കണ്ണ് അടച്ചു പിടിക്കുക. നമ്മുടെ ഐ ഡ്രോപ്സ് പോലെ തന്നെ ഐ ഓയിൻമെൻറ്റും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മെഡിസിനാണ്. ഐ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈകൾ നന്നായി വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. ഐ ഓയിൻമെൻറ്റ് എടുത്ത് നമ്മുടെ കണ്ണിൻ്റെ കൺപീലി മറ്റൊരു വിരലുകൊണ്ട് താഴത്തേക്ക് വലിക്കുക. എന്നിട്ട് ഐ ഓയിൻമെൻറ്റ് ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് കണ്ണിലേക്ക് ഒറ്റിക്കുക. ഒരിക്കലും കണ്ണിൻ്റെ പീളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. ഐ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ സ്വന്തമായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സഹായത്തോടെ ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അടുത്തതായി നമ്മൾ ഡ്രൈ സിറപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രൈ സിറപ്പ് പറയുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സൊക്കെ ഡ്രൈ ഫോമിലായിരിക്കും. അത് സിറപ്പാക്കിയിട്ടാണ് പിള്ളേർക്കൊക്കെ കൊടുക്കുക. ഇത് ഒരു ആൻറ്റിബയോട്ടിക് സിറപ്പാണ്. ഇത് പൗഡർ ഫോമാണ്. ആദ്യം തന്നെ നമ്മൾ ഇത് കുലുക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഡ്രഗ് നന്നായി എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയാണ് കുലുക്കുന്നത്. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മൾ സ്റ്റെറൈൽ വാട്ടറോ അതോ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് സിറപ്പാക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സെമി സിറപ്പ് പോലെ ആക്കുക. എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് ഈ മാർക്ക് ചെയ്ത ഭാഗം വരെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് സിറപ്പാക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം
കുട്ടികൾക്ക് കൊടുക്കുക.